നട്ടലിന് ക്ഷതം പറ്റിയെങ്കിലും കിഡ്നി ഫംഗ്ഷനൊക്കെ ഓക്കെയാണ്. അത് ഒരു വലിയ ആശ്വാസമെടുക്കാം. ഇവരെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി സർ. അല്ല, ഈ 5 ദിവസവും ഫിനാൻഷ്യൽസിൽ ആള് കാണുമല്ലോ അല്ലേ? ഇയാള് രാവിലെ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരുമെന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ പോയി കഴിഞ്ഞാ കണ്ണേട്ടന്റെ ഒരു സുഹൃത്തുണ്ട് അനന്തുവേട്ടൻ, അദ്ദേഹം വരും. ഇല്ലെങ്കിലും സാരമില്ല എന്ന് പറയായിരുന്നു. എന്നാ ചെല്ലു. ശരി സർ. സിസ്റ്ററെ, ആ വീൽ ചെയർ എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. പതുക്കെ പതുക്കെ. എന്ത് പറ്റിയതാ? ബൈക്കിൽ നിന്ന് മറ്റേ വീണതാണോ? അല്ല സിസ്റ്ററെ, കെട്ടിടത്തിന്റെ പണിയിടുന്നോണ്ടിരുന്നപ്പോ ഒരു ഇഷ്ടിക കാലിൽ വീണതാ. ആണോ? കൊണ്ടുപോവാ സിസ്റ്ററെ. സിസ്റ്ററെ, ഞാൻ തള്ളിക്കോളാം. വൈദ്യരുടെ മുറിയൊക്കെ അറിയോ? അറിയാം സിസ്റ്ററെ, ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാ പിന്നെ ആയിക്കോട്ടെ. ശരി സിസ്റ്ററെ. ഇവൻ ചികിത്സയ്ക്ക് വന്നതോ അതോ കഴുമരത്തിൽ കയറാൻ വന്നതോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരുപാട് നാളായി ഇങ്ങനെ കിടന്ന് ചികിത്സിച്ചിട്ട്. അന്നത്തെ അപകടത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, കുറെ കാലം ഇതുപോലുള്ള ആയുർവേദ ആശുപത്രിയിലും അലോപ്പതിയൊക്കെ ആയിട്ടാ കഴിഞ്ഞത്. പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ചെറിയ പനി വന്നാൽ പോലും ഹോസ്പിറ്റലിനെ ആശ്രയിക്കാറില്ല. അതുകൊണ്ടാ ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനി അത്തരം സംസാരമൊന്നും കണ്ണേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. നമ്മളതിന് പ്രതീക്ഷയോടൊന്നും അല്ലല്ലോ വന്നിരിക്കുന്നേ. ഒരു നേരിയ ചാൻസ് മാത്രമേ തോമസ് വൈദ്യന് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആ 1 100 ആയാലോ? ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുമോ കണ്ണേട്ടാ?